ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. MLA കൂടിയായ അടൂർ പ്രകാശ് ഒന്നാംഘട്ട പ്രചാരണ തിരക്കിലാണ്. അടൂർ പ്രകാശുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് അസർ നടത്തിയ സംഭാഷണം കാണാമിനി. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് നടക്കുന്നത് ചിറയൻകീഴിലാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ്. ഏറെ വൈകിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. എന്താണ് പ്രതീക്ഷകൾ? ഏറെ വൈകി എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഇന്ന് ഈ പ്രദേശത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ UDFിൻ്റെ ആവേശവും ഇവരുടെ ശക്തിയും ഇവരുടെ തൻ്റെടവും അതാണ് എൻ്റെ കൈമുതൽ എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു വൈകിപ്പോയിട്ടില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുവാൻ. ഇനിയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങളുടെ ശക്തമായ പോരാട്ടം നടത്തുവാൻ പോകുന്നത്. ആ ശക്തമായ പോരാട്ടം ഇവിടെ ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നടത്തിക്കൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിരിക്കും. അത് നിറവേറ്റുക എന്ന് പറയുമ്പോൾ വെറുതെ പാർലമെൻറ്റിൽ മത്സരിക്കുക എന്നുള്ളതല്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് UDFിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ LDFിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അത് ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണോ പങ്കുവെക്കുന്നത്? ഒരു സംശയം അക്കാര്യത്തിലില്ല. 100%. ഒന്നാംഘട്ട പ്രചാരണ തിരക്കിലാണ് ആറ്റിങ്ങൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ്.